ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. 5 മിനിറ്റും കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വലിയ ഉരുളക്കിഴങ്ങിനെ അപേക്ഷിച്ച് ഈ ബേബി പൊട്ടറ്റോസിൽ സ്റ്റാർച്ചും കാർബും ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ നമുക്ക് വേറെ കൂട്ടാനൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. 350 ഗ്രാം ബേബി പൊട്ടറ്റോസ് ആണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണിത്. ഇതിനി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതേപോലെ ചെറിയ ഉരുളക്കിഴങ്ങില്ലെങ്കിൽ വലിയ ഉരുളക്കിഴങ്ങ് വെച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കാം. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇതിലെ ആവിയെല്ലാം പോയതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല ചൂടാണ്. നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിനി നമുക്കൊന്ന് മസാല പുരട്ടിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. കടുക് മുഴുവൻ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചത് കൂടി ഇടാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയത് കൂടി ഇടാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യാം. പാനിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ള് കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി തീ ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇടാം. സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൽ കിടക്കുന്ന മസാലയെല്ലാം പൊട്ടറ്റോയിൽ കുറേശ്ശെയായി പിടിച്ചു വരണം. കൈയെടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ മസാല നല്ലതായിട്ട് ഇതിൽ പിടിക്കുകയുള്ളൂ. ഇതിൽ ഒരുപാട് മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത അത്രയും മസാല മാത്രം മതി. ഇതിൽ വളരെ കുറച്ച് എണ്ണയും കുറച്ച് മസാലകളും മാത്രമേ നമ്മൾ ചേർത്തുള്ളെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന്. മസാല മുഴുവൻ ഇതിൽ നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞു. ഇതിനി നമുക്ക് 1 മിനിറ്റ് കൂടിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബേബി പൊട്ടറ്റോസ് ഇല്ലെങ്കിൽ വലിയ പൊട്ടറ്റോ ഇതേപോലെ പുഴുങ്ങിയെടുത്തിട്ട് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ മസാല പുരട്ടാവുന്നതാണ്. മൊത്തത്തിൽ 2-3 മിനിറ്റ് മതിയാകും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ചോറിനും ചപ്പാത്തിക്കുമൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. മാത്രവുമല്ല വേഗം തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇതിൽ ചേർത്തിരിക്കുന്ന എണ്ണയുടെ അളവ് പകുതിയായിട്ട് കുറയ്ക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അതേപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.